ഒരു മാധ്യമപ്രവർത്തകയാണ് വീണ ജോർജ്. എന്നിട്ട് പോലെ വീണയ്ക്കൊക്കെ വലിയൊരു അഹങ്കാരം, പിണറായി വിജയൻ്റെ ഒരു ധാർഷ്ട്യം അവരിലേക്കൊക്കെ പ്രസരിക്കുന്ന കാഴ്ച. അവർക്ക് നാട്ടുകാരോടല്ലല്ലോ ലോയൽറ്റി, പാർട്ടിയോടല്ലല്ലോ ലോയൽറ്റി. പിന്നെ അവരെ നിയമിച്ച ആരാണ്? പിന്നെ ഇപ്പം വീണ ജോർജ് എന്ന് പറയുന്ന അവർ DYFI കൂടെയും അടികൊണ്ടും അല്ലെങ്കിൽ സമരം ചെയ്തും അല്ലെങ്കിൽ SFI കൂടെ ഒന്നും വന്ന നേതാവല്ലല്ലോ. ഈ ശവം തൂക്കിയുള്ള പ്രയോഗം വളരെ നെഗറ്റീവ് പ്രയോഗം. ഇത് ആരുടെ ബുദ്ധിയിൽ എന്താ വെച്ചാൽ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ ശവം തൂക്കികൾ എന്ന പ്രയോഗം വളരെ നെഗറ്റീവായിട്ട് അടിച്ചാൽ ഇത് ആരാ കണ്ടുപിടിച്ചതെന്നറിയത്തില്ല, ഏത് PR ഏജൻ്റാണെന്ന് അറിയില്ല. ജനങ്ങൾക്ക് സപ്ലൈക്കോയി സാധനമില്ല, ഉപ്പ് തൊട്ട് കർപ്പൂരത്തിന് വരെ വില കൂടി, 30 രൂപയുടെ അരിക്ക് 60 രൂപ കൊടുത്താലേ കിട്ടത്തുള്ളൂ. വെളിച്ചെണ്ണ എല്ലാത്തിനും വില കൂടി. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ ജയസ് അടൂർ. താങ്ക് യു. മുഖത്ത് നല്ല സന്തോഷം. UDFൻ്റെ തിളക്കമാർന്ന വിജയത്തിന് പിന്നാലെ ഇപ്പോഴിതാ പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തി. വലിയ ശോകമുഖമായ അന്തരീക്ഷമാണ്. ക്ലിഫ് ഹൗസിൽ നിന്ന് ഇന്ന് തന്നെ കുടിയിറങ്ങുമെന്നാണ് പിണറായി പറഞ്ഞിരിക്കുന്നത്. അവിടെ IKG സെൻറ്ററിൻ്റെ നേരെ എതിരെ ചിന്ത ഫ്ലാറ്റുകളിലേക്ക് അദ്ദേഹം രാപ്പാർപ്പിനായി മാറും. അവിടെ വേണ്ടത്ര സെക്യൂരിറ്റി, മറ്റ് സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. പിണറായിയെ ചതിച്ചതാര്? കേരളത്തിലെ ജനങ്ങളാണോ? അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്ന സരസമായ ഒരു ചോദ്യം. ഇതൊരു വല്ലാത്ത ചതിവായിപ്പോയി എന്ന് CPMലെ ചില നേതാക്കൾ പറയുന്നു. എന്നാൽ പോരാളി ഷാജിയെ പോലുള്ള സൈബർ കമ്മികൾ പറയുന്നത് ഇത് ചോദിച്ചു വാങ്ങിയ ദുരന്തം തന്നെയാണ്. ഇതിൻ്റെ മുഖ്യ ശില്പികൾ MV ഗോവിന്ദനും ഭാര്യ PK ശ്യാമളയുമൊക്കെയാണ് എന്ന് അവരുടെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇപ്പോൾ പറയുന്നു. മറുവശത്ത് പിണറായിയെ പൂർണ്ണമായി പാർട്ടി കൈവിട്ട ഒരവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു കനത്ത തോൽവി? അതിലപ്പുറം ശക്തമായ PR ടീം, സോഷ്യൽ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങൾ, ഇതൊക്കെ ഇത്ര കണ്ട് തറപറ്റിയോ? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? പ്രത്യേകിച്ച് നികേഷ് കുമാറിനെ പോലെയുള്ള മീഡിയ ഹാൻഡിലേഴ്സിൽ എവിടെയാണ് പിഴച്ചത്? അധികാരത്തിൽ കുറേ നാളിരിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം, എല്ലാ അധികാരികളുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ ചുറ്റും നിൽക്കുന്നവർ ഇവർ കേൾക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പതുക്കെ അവരെ തന്നെ അറിയാതെ ദേ ഗെറ്റ് ഇൻസുലേറ്റഡ് ഫ്രം ദ പീപ്പിൾ. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിങ്ങിൽ പോയി പ്രസംഗിക്കുന്നു, സ്ഥിരം ഹെലികോപ്റ്ററുകളിലും വണ്ടിയിലുമായിട്ട് യാത്ര ചെയ്യുന്നു. അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പൾസ്, ജനങ്ങളിൽ നിന്ന് വന്നുള്ളവർ. കാരണം ഈ ജനങ്ങളുടെ പൾസ് എന്ന് പറഞ്ഞാൽ പണ്ട് നിങ്ങൾ ജനങ്ങളോട് പ്രവർത്തിച്ചു എന്നുള്ളത് ചോദിച്ചാൽ ജനങ്ങളുടെ പൾസ് മാറി വരും. ജനങ്ങളെന്ന് പറഞ്ഞാൽ അപ്പോഴപ്പോഴ കാര്യങ്ങളിൽ തീരുമാനിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. ഒന്നാമത് പിണറായി വിജയന് പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ 10 കൊല്ലത്തെ ഭരണത്തിൽ അധികാരത്തിലിരിക്കുമ്പം ചുറ്റും ഒരു അധികാര കോക്കസ് ഉണ്ടായെന്നുള്ള. ഈ കോക്കസ് ഉണ്ടാകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പുകഴ്ത്തി സാറ് പറഞ്ഞാൽ ശരിയാണ്, സാറ് ശരിയാണ്, യെസ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവർ കൊടുക്കുന്ന ഫിൽറ്റേർഡ് ന്യൂസാണ് അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമെന്ന് പറഞ്ഞാൽ അമൃതം ആയാലും അധികമായാലും വിഷമാണ്. ഈ കഴിഞ്ഞ ഒരു 100-150 ദിവസം നിങ്ങൾ KSRTC എവിടെ കണ്ടോ അവിടെ ഈ മുഖ്യൻ്റെ മുഖമാണ്. അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ ഹോർഡിങ്ങുകളിലെല്ലാം നിങ്ങൾ കണ്ടണം AI ഫിൽറ്റേർഡ് മുഖമാണ്. അതൊരു വളരെ ഒരു അമാനുഷിക ക്യാരക്ടറായിട്ടുള്ള നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖം. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ തിരിച്ചടിയാണ് മൂന്നാമത്തെ കാര്യം. ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ വേട്ടയാടി എന്നുള്ള ഒരു പരാതി എന്തായാലും കൊല്ലം തൊട്ട് കോട്ടയവും അതിനപ്പുറമുള്ള ജില്ലകളിലുണ്ട്. അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ PR മാനേജർമാർ ഇരുണ്ട യുഗം എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ ഇരുണ്ട യുഗത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞൊരു വലിയ, അത് നിങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ഹിന്ദുവിൻ്റെ ഫ്രണ്ട് പേജായിരുന്നു, മനോരമയുടെ ഫ്രണ്ട് പേജായിരുന്നു. അതായതോട് കോട്ടയം മൊത്തം പോയി. ഉമ്മൻചാണ്ടിയെ വേദനിപ്പിച്ച PC ജോർജ് തോറ്റു, KB ഗണേഷ് അത് മൊത്തം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു കാര്യമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജ്യോതികുമാർ ചാമക്കാലം ആദ്യം പോയി അത് ഉമ്മൻചാണ്ടിയുടെ ഖബറിലേക്കാണ്.
ഇതിൻ്റെ ഒരു കാര്യം, ഉമ്മൻചാണ്ടിയുടെ ഇരുണ്ട കാലം എന്ന് പറയുന്ന ക്യാമ്പയിൻ ഇദ്ദേഹത്തിൻ്റെ PR ഡിസൈൻ ചെയ്തത് ആരാണെന്ന് ആദ്യം വന്നത് വളരെ കൃത്യമായിരുന്നു. ഒന്ന് ഈ ആദ്യം 2016 തൊട്ടേ 2019 വരെ ഒരു LDF ടീമായിരുന്നു. തെരഞ്ഞെടുപ്പും അന്ന് VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. ഒരു പിണറായിസം എന്ന് പറയുന്നൊരു സാധനം രൂപപ്പെട്ടിട്ടില്ല. ഈ രണ്ടാമത്തെ അധികാരത്തിൽ അത് മോദിയും ചെയ്തതാണ്, ഇപ്പോൾ ഈ ട്രംപും കാണിക്കുന്നു. രണ്ടാമത്തെ അധികാരം വന്നപ്പോൾ ഇതെൻ്റെ മെടുക്കുകൊണ്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞു. 2016 VS-നെ മുൻനിർത്തിയുള്ള മത്സരമാണ്. VS-നെ മുൻനിർത്തിയുള്ള മത്സരം മാത്രമല്ല, അന്ന് ഈ സുധാകരനുണ്ട്, ഐസക്കുണ്ട്, കുറേ പേരുണ്ട്. 2021 പക്ഷെ പിണറായിസം വന്നു. പിണറായിസമായിരുന്നു. അദ്ദേഹം തന്നെ വിചാരിച്ചു, അദ്ദേഹത്തിന് കൂടുള്ളവർ വിചാരിച്ചു ഇദ്ദേഹം കൊണ്ടാണ് ജയിച്ചതെന്ന്. അന്ന് ജയിച്ചതിൻ്റെ കാര്യം കോവിഡായിരുന്നു. പിന്നെ 2016 മുതൽ 2021 വരെയുള്ള ചരിത്രം എടുക്കുമ്പോൾ അധികമായി ചർച്ച ചെയ്യാത്ത ചില ഫാക്ടേഴ്സ് ഉണ്ട്. സുധാകരനെ പോലെയുള്ള കരുത്തുറ്റ പിന്നെ തോമസ് ഐസക്, നമുക്ക് വിവാദങ്ങളൊക്കെ ധാരാളം പറയാനുണ്ടെങ്കിലും തോമസ് ഐസക് ഒരു ജനകീയ മുഖമായിരുന്നു. അപ്പം ഈ അഴിമതി ഇല്ലാത്ത കുറേ കാര്യം, ശൈലജ ഒക്കെ വളരെ പ്രശസ്തിയോടെ നിന്ന കാലം. 2021 ശേഷമാണ് ചില അഴിമതി ആരോപണങ്ങൾ. 2021 ശേഷമാണല്ലോ ശിവശങ്കർ, പിന്നെ സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങൾ, മാസപ്പടി ആരോപണങ്ങൾ, അതിനോടുള്ള പ്രതികരണങ്ങൾ ഒക്കെ വന്നത്. ഇപ്പോൾ 2021 ശേഷം 2-3 കാര്യം പറ്റി. ഈ പൈസ വിചാരിച്ച പോലെ കിട്ടിയില്ല. മറ്റതെന്ന് പറഞ്ഞാൽ ഈ മിഡ് ഡേ മീൽ സ്കീമിന് പൈസ കൊടുക്കണ്ടായിരുന്നു. അതെല്ലാം കൂടെ എല്ലാവർക്കും കിറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ 70,000 പേര് ഇവിടെ മരിച്ചു. പക്ഷേ എന്നിട്ടും 70,000 പേര് മരിച്ച വാർത്ത പോലും ആരും അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ മഹാരാഷ്ട്ര കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ച ഇവിടെ. പക്ഷേ കേരളത്തിൽ 70,000 മരണസംഖ്യ ഉണ്ടോ? പിന്നെ കോവിഡിൻ്റെ 70,000 പേര് കേരളത്തിൽ മരിച്ചു. ഡേറ്റ, ഗവൺമെൻറ് ഡേറ്റ. എന്നിട്ട് ഇതൊന്നും മറച്ചു വെച്ചിട്ട് വളരെ കൃത്യമായ ക്യാമ്പയിൻ നടത്തി. വൈകിട്ട് 6 മണിക്കത്തെ എന്താ പറഞ്ഞ ടെലിവിഷൻ ഷോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പിണറായിയുടെ ബലൂൺ പെതുക്കെ കാറ്റ് പോയിരാൻ തുടങ്ങി. പക്ഷെ അവിടെ ഞാൻ ഈ കഴിഞ്ഞ എല്ലാം ശരിയാകും. നേരത്തെ കണ്ടോ, നിങ്ങൾ നോക്കണം, ഈ 2016 ക്യാമ്പയിൻ്റെ കാര്യം എല്ലാം ശരിയാകും. അല്ല, അത് കഴിഞ്ഞിട്ട് ഉറപ്പാണ്. ഇപ്പോൾ എന്തുവെന്നറിയോ, മറ്റാരുണ്ട് എന്ന് വെച്ചാൽ അരഗൻസിൻ്റെ അങ്ങേയറ്റം എന്ന് വെച്ചാൽ there is no alternative. ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ വേറെ മറ്റാരുണ്ട് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. 2021 മറ്റ് ചാനലുകളൊന്നും, ഞാൻ ഇന്നലെ ചാനലുകളും മറ്റ് പ്രതികരണങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അതിലധികമായി ശ്രദ്ധിക്കാത്തൊരു പോയിന്റുണ്ട്. 2019-20 കാലഘട്ടത്തിൽ നമ്മുടെ ശബരിമല വിശ്വാസ സമരം ശക്തിപ്പെടുന്നു. വലിയ ഒരു കൊടുങ്കാറ്റായി വന്നൊരു സമരമാണ്. അന്ന് BJP വലിയ തോതിൽ കേരളത്തിലൊരു മൂവ്മെൻറ്റ് സൃഷ്ടിച്ചു, പ്രത്യേകിച്ച് K. സുരേന്ദ്രൻ. പിന്നീട് നരേന്ദ്രമോദിയുടെ ഒരു 2019 ലോക്സഭാ ഇലക്ഷന് 2021 നിയമസഭയിലേക്ക്. അപ്പോൾ 2021 കാലഘട്ടം എത്തിയപ്പോൾ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നു എന്നല്ല, പിടിപുറുക്കുന്നു. കാരണം K. സുരേന്ദ്രൻ കോന്നിയിലും മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നു, തിരുവനന്തപുരത്ത് നേമത്ത് അക്കൗണ്ട് തുറക്കും എന്നുള്ളൊരു പ്രതീതി, കഴക്കൂട്ടത്ത് എന്ന് ശോഭാ സുരേന്ദ്രൻ കട്ടയ്ക്ക് നിൽക്കുന്നു. അപ്പോൾ കേരളത്തിൽ പല മണ്ഡലങ്ങളും BJP പിടിക്കും. നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നൊരു കാലഘട്ടം. അന്ന് പിണറായി വിജയൻ BJPയെ പ്രതിരോധിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ് കട്ടയ്ക്ക് നെഞ്ചുവിരിച്ചൊരു ഇറക്കമുണ്ട്. അതൊരു മാസ് ഇറക്കമായിരുന്നു. ആ പിണറായി വിജയൻ്റെ മൂവ്മെൻറ്റിൽ അന്ന് പിണറായിക്കൊപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി ബ്ലോക്കായി നിന്നു. മധ്യ തിരുവിതാംകൂറിലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വരവോടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഇടതുപക്ഷത്തേക്ക് ഒന്ന് ചാഞ്ഞു. ഈ ഒരു ഫാക്ടർ കൂടി നമ്മൾ 2021 തിരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ കൺസിഡർ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതുമാത്രമല്ല, നിങ്ങളീ പറയുന്ന ഈ 2020-21 പിന്നെ 2019 കഴിഞ്ഞ ശേഷമാണ് ഈ സിറ്റിസൺസ് ആക്ട് വരുന്നത്, പൗരത്വ നിയമ ഭേദഗതി ബില്ല്. അത് കേരളത്തിൽ വലിയ ഇളക്കം തെറ്റിച്ച. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഡൽഹിയിൽ കുറേ പേര് അറസ്റ്റ് ചെയ്തു. സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനൊക്കെ ആ കാലഘട്ടം. കറക്റ്റ്. ആ സമയത്ത് വലിയ ഒരു ക്യാമ്പയിൻ പിന്നെ CPM-ഉം പിണറായി വിജയനും ചെയ്തു. ഇതാണ് രണ്ടാമത്തെ ഫാക്ടർ. പിന്നെ BJPക്ക് എതിരെ ഓപ്ഷനുകളാണ്. പിന്നെ വളരെ കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ കൂടെ കാൻഡിഡേറ്റ്സിന് കൊടുത്തതെന്ന് പറഞ്ഞാൽ മധ്യ തിരുവിതാംകൂറിൽ കുറേ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിന് കൊടുക്കുകയും അത് സഭ വെച്ചിട്ട് വളരെ കൃത്യമായി വീണ ജോർജ്, സജി ചെറിയാൻ, അതുപോലെ പിന്നെ തിരുവല്ല വളരെ കൃത്യമായിട്ട് കൊടുക്കുകയും അതേപോലെ തെക്ക് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ റിസർവേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നാടാർ റിസർവേഷൻ കൊടുക്കും. അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ
അത് വളരെ ക്യാമ്പയിൻ ഉപയോഗിച്ചു. പിന്നെ ഉറപ്പ് എന്ന് പറയുന്ന ക്യാമ്പയിൻ വളരെ ഉറപ്പെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പ്രശ്നങ്ങളിൽ ജനം ആടി നിൽക്കുക. ഉറപ്പ് ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്തു. അതായത് ഇപ്പോൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ്, ഞാനല്ലാതെ വേറെ ആരുണ്ട്. പണി കൊടുത്താണ് എന്നാണ് പൊതുവെ സോഷ്യൽ മീഡിയ പറയുന്നത്. നികേഷ് ഇപ്പം ഞാൻ പറഞ്ഞു രണ്ട് കാര്യം എൻ്റെ ഒന്ന് ശവം തൂക്കികൾ എന്ന പ്രയോഗം അത് വളരെ നെഗറ്റീവാണ്. വയനാട് ദുരന്തം നമ്മുടെ സ്വന്തക്കാരെ ശവം തൂക്കികൾ എന്ന് പറയുന്ന ആ ഫ്രേസ് ഉണ്ടല്ലോ, മരിക്കുന്നവരോട് ഉള്ള ബഹുമാനക്കുറവാണ്. ഒന്ന്, നമ്മുടെ ആരുടെയും ഒരാളോട് നമ്മൾ ഒരു ബോഡിയോട് എന്ത് ആദരവോടുകൂടിയാണ്. അപ്പം ദുരന്തത്തിൽ മരിച്ചവരായാലും എല്ലാവരായാലും നമ്മുടെ പ്രിയപ്പെട്ടവരെ ശവം ഒന്നും വിളിക്കത്തില്ല, നമ്മൾ വിളിക്കില്ല. ഈ ശവം തൂക്കികൾ എന്നുള്ള പ്രയോഗം വളരെ നെഗറ്റീവ് പ്രയോഗം. ഇത് ആരുടെ ബുദ്ധിയിൽ എന്താ വെച്ചാൽ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ ശവം തൂക്കികൾ എന്ന പ്രയോഗം വളരെ നെഗറ്റീവായിട്ട് അടിച്ചാൽ ഇത് ആരാ കണ്ടുപിടിച്ചതെന്ന് അറിയത്തില്ല, ഏത് PR എന്താണെന്ന് അറിയില്ല. അതുപോലെ ഈ അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ ഈ പിണറായി വിജയൻ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം പിണറായി. കേരളത്തിൽ ഇതങ്ങ് നിറഞ്ഞു. ഹോർഡിങ്ങിൽ നോക്കിയാൽ അവിടെ ഹോർഡിങ്ങിൽ അരിവാൾ ചുറ്റുകയില്ല, പിന്നെ LDF ഇല്ല. ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ ആരുണ്ട്? അല്ല, അതിൽ അവർ ധാർഷ്ട്യത്തിൻ്റെ ഭാഷയാണ്. ഉറപ്പാണ് LDF, ഇത്തവണയും ഉണ്ട് ഉറപ്പ് എന്നുള്ളതല്ല, ഉറപ്പാണ്. അല്ല, വേറെ ആരുണ്ട്? LDF അല്ലാതെ വേറെ ആരുണ്ട്? കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ UDF ഇല്ല എന്നുള്ളതാണ്. അത് ബാലറ്റ് കണ്ടപ്പോൾ ആളുകൾക്ക് മനസ്സിലായി വേറെ ആളുണ്ട്. അത് മാത്രമല്ല, ജനങ്ങളെ വെറുപ്പിച്ചു. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ 8 മാസം കൊണ്ട് ഇത് തുടങ്ങിയത് എപ്പോഴാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ അന്ന് തൊട്ട് അത് അന്ന് എന്താ പറഞ്ഞാൽ ആ യോഗി ആദിത്യനാഥിൻ്റെ മംഗളപത്രം വായിച്ചത് തൊട്ട് അത് കഴിഞ്ഞ് ഈ വെള്ളാപ്പള്ളി ഈ നാക്കെടുത്താൽ വർഗീയം പറയുന്ന ഒരാളാണ്, മനസ്സിലായില്ലേ? നാക്കെടുത്താൽ എന്ന് പറഞ്ഞാൽ ആദ്യം അദ്ദേഹം ക്രിസ്ത്യാനികളെ കുറ്റപ്പെടുത്തി, അത് കഴിഞ്ഞ് മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തി. ഇദ്ദേഹത്തെ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അത് വല്ലാതെ ഒരു റോങ് സിഗ്നൽ അയച്ചു കൊടുത്ത്. നേരത്തെ ഉണ്ടല്ലോ ഈ ഞാനുണ്ട് BJPക്കെതിരെ എന്ന് പറയുന്ന ആൾ എന്ന വെള്ളാപ്പള്ളിയാണ് ഏറ്റവും നല്ല ആൾ എന്നുള്ള രീതിയിൽ ചെയ്തു. അത് വല്ലാതെ ദോഷം ചെയ്തു. അങ്ങ് സ്റ്റാലിനിസ്റ്റ് കോക്കസ് കമാൻഡ് ആൻഡ് കൺട്രോൾ പ്രൊപ്പഗൻഡ എന്നൊരു പ്രയോഗം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നടത്തിയിരുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റാലിനിസം എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം, സ്റ്റാലിൻ്റെ പ്രശ്നം എന്താണ്? സ്റ്റാലിനെ ചുറ്റിപ്പറ്റി ഒരു അധികാര കോക്കസ് ഉണ്ടായിരുന്നു, അവർ നടത്തി. ഇവിടെ എന്ന് പറഞ്ഞാൽ പോലീസ് ഭരണം നടത്തിയിരുന്നത് ശശിയാണ് എന്നെല്ലാവർക്കും അറിയാം. രക്ഷാപ്രവർത്തനമായാലും മറ്റു കാര്യങ്ങളായാലും ഇത്രയും ഒരു കാര്യങ്ങൾ ഇദ്ദേഹമൊന്നുമല്ല. കാരണം പോലീസ് ഭരണം നടത്താൻ വേണ്ടി ഇത്രയും ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ളൊരു മന്ത്രി കൊക്കില്ല. രണ്ടാമത് അവിടുത്തെ ഫിനാൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഓടിച്ചതും കിബിയും ഓടിച്ചത് ഡോക്ടർ എബ്രഹാമാണ്, മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് ഈ പിന്നെന്താ പറഞ്ഞ മിനിസ്റ്റീരിയൽ സ്റ്റാറ്റസും കൊടുത്ത് ക്യാബിനറ്റ് സ്റ്റാറ്റസും കൊടുത്ത് ഒന്നുമില്ല. അതേ ഒരു ടെക്നോക്രാറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ജനകീയരല്ലാത്ത കുറച്ച് പേര് അവിടെ നിന്ന് ഉപദേശിച്ചു. പിന്നെ ഉള്ളത് ബ്രിട്ടാസാണ്. പണ്ടേ ബ്രിട്ടാസ് രാജ്യസഭയിൽ പോവുകയും ചെയ്തു. ബ്രിട്ടാസൊക്കെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന തലത്തിൽ പാർട്ടി പിന്നെ കേഡറിൽ കൂടൊന്നും വന്നതല്ലല്ലോ, പെട്ടെന്ന് ബൈപ്പാസ് ചെയ്തു ലിഫ്റ്റ് കയറി പോയല്ലേ. അപ്പം ആ ലിഫ്റ്റ് കയറിയപ്പം പുള്ളി സെൻട്രൽ കമ്മിറ്റി മെമ്പറുമാണ്. നാളെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയാലും അത് അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അതിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. കാരണം പവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പവറിനെ മാനേജ് ചെയ്യുന്ന സ്റ്റാലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ സ്റ്റാലിൻ്റെ ഭരണം കഴിഞ്ഞിട്ട് ക്രുഷ്ചേവിൻ്റെ കാലത്താണ് പാർട്ടി കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞത്. പിന്നെ ബ്രഷ്നേവിൻ്റെ കാലം വന്നപ്പോൾ ക്രുഷ്ചേവിനെ തള്ളിപ്പറഞ്ഞു, അത് വേറെ കാര്യം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ അധികാരം അതേ സമയത്ത് ഇദ്ദേഹമാണ് നമ്മുടെ VS അച്യുതാനന്ദനോട് പറഞ്ഞത് അറബിക്കടലിൻ്റെ ശംഖുമുഖത്ത് വെച്ച് അറബിക്കടലിൽ തിരയിളകുന്ന പാർട്ടിയുടെ കൂടെ, പക്ഷേ ബക്കറ്റിലായ തിരയാകത്തില്ലെന്ന്. പക്ഷേ ഇദ്ദേഹം ബക്കറ്റിലായ പുള്ളി അതിന് പോലും അറിഞ്ഞില്ല. എന്ന് വെച്ചാൽ പാർട്ടിയിൽ നിന്ന് അകന്നു. പാർട്ടിയും കോക്കസായി. പിന്നെ ഇദ്ദേഹം പറയുന്ന കാര്യം ഗോവിന്ദൻ ചെയ്യും, അല്ലാതെ അടിസ്ഥാന തലത്തിൽ എന്താണ് പാർട്ടി സംഭവിക്കുന്നത്. പിന്നെ വലിയൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ പാർട്ടിയുടെ കേഡറിനെ മൊത്തം ശമ്പളക്കാരാക്കി. നിങ്ങൾ പിന്നെ ഈ CPM അധികാരത്തിൽ വന്ന ശേഷം 10 കൊല്ലമായല്ലോ, ഇതിൻ്റെ ഗുണഭോക്താവ്
അല്ലാത്ത ആരുമില്ല. നിങ്ങൾ കില എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കിലയിൽ മിക്കവാറും റിസോഴ്സ് പേഴ്സൺസ് ആരാണ്? റിട്ടയർ ചെയ്ത അധ്യാപകരും ഈ അധ്യാപക സംഘടനയിൽ നിന്ന് വന്നവരും പിന്നെ AKPCTയുടെ ആൾക്കാരും അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്ക്, യുവജന ബോർഡെന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ ഒന്ന് നോക്കിയാൽ അതിൻ്റെ അകത്ത് അതിൻ്റെ വോളണ്ടിയേഴ്സും മൊത്തം 15,000 രൂപ 8,000 രൂപ കിട്ടുന്ന DYFIക്കാരാണ്. അതായത് ഈ പാർട്ടി പ്രവർത്തകരെ എല്ലാം ശമ്പളക്കാരാക്കിയപ്പോൾ ഒരു പ്രശ്നം പറ്റി. എന്താ പറയുക, പാർട്ടി പ്രവർത്തനം എന്താണ് പിന്നെ ഫുൾ ടൈം അല്ല, പാർട്ട് ടൈമായി. ഇത് ഞങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് കാണുന്ന കാര്യമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ CPMകാരെന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ടവരുടെ വീട്ടിൽ പോവും, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടും. ഇതൊന്നും എനിക്ക് സമയമില്ല. ഞാനിങ്ങനെ പാർട്ടിയുടെ ഓരോ ഇതിൽ പലർക്കും 1ഉം 2ഉം കാറുണ്ട് സർക്കാർ. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പാർട്ടി ക്ഷീണിച്ചു. രണ്ടാമത്തെ കാര്യം, പാർട്ടി ഒരു മധ്യവർഗ ഉപരിമധ്യവർഗ പാർട്ടിയായി. നിങ്ങൾ വീട്ടിൽ 2-3 കാറുള്ള ഡോക്ടർമാരാണ് ഞങ്ങൾ ഇടതുപക്ഷം ആണെന്ന്, അല്ലെങ്കിൽ പ്രൊഫസർമാരാണ് ഞങ്ങൾ ഇടതുപക്ഷം ആണ് എന്ന് പറയുന്നത്. എന്ത് ഇടതുപക്ഷമാണ്? എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഞാൻ എന്നും ഇടതുപക്ഷം. ഞാൻ പറഞ്ഞു ഈ 10 കൊല്ലത്തിൽ എന്താണ് ഇടതുപക്ഷം ചെയ്തത്? ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണി അടിച്ചിട്ട് പിന്നെ അന്താരാഷ്ട്ര ഫിനാൻസ് ക്യാപിറ്റലിസം 9% എടുത്തിട്ട് ഇവിടെ 8% കൊണ്ടുവന്ന ഇടതുപക്ഷം. ഈ ആദിത്യ യോഗിയെ വിളിച്ചിട്ട് മംഗളപത്രം വായിക്കുന്നതാണ് ഇടതുപക്ഷം. അതാണ് പ്രശ്നം പറ്റിയത്. ഇടതുപക്ഷത്തിൻ്റെ ലേബലിൽ ഏറ്റവും തരാതര വർഗീയവും, അതായത് മുസ്ലിം ങ്ങളുടെ ഐഡൻറ്റിറ്റി ചൂഷണം ചെയ്യുമ്പോൾ ആ സമയത്ത്, അല്ലെങ്കിൽ ഈഴവ വോട്ട് പോകുമ്പം വെള്ളാപ്പള്ളിയാണ് ഏറ്റവും. ഈ സാധനം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇത്രയും കടം മുടിഞ്ഞ ഒരവസ്ഥ. ജനങ്ങൾക്ക് സപ്ലൈക്കോയി സാധനമില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരത്തിന് വരെ വില കൂടി. 30 രൂപയുടെ അരിക്ക് 60 രൂപ കൊടുത്തലേ കിട്ടത്തുള്ളൂ. വെളിച്ചെണ്ണ എല്ലാത്തിനും വില കൂടി. മറുവശത്തൊരു ഗുണഭോക്തൃ ഇൻസെൻറ്റീവ് നെറ്റ്വർക്ക്. അപ്പോൾ പാർട്ടിക്കാർക്കല്ല സുഖം, എല്ലാവരും ഇത് കിട്ടുന്നുണ്ട്. ഞങ്ങൾ പ്രയാസപ്പെടുന്നു. ഞങ്ങൾ പിന്നെ മൈക്രോ ഫൈനാൻസിൽ നിന്ന് കടമെടുത്തിട്ട് ആൾക്കാരെ എൻ്റെ അടുത്ത് കാശ് മേടിക്കാൻ വരുന്നു. അപ്പോൾ ഈ ആളുകളുടെ കടം കൂടി ഈ കോവിഡോടുകൂടി. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, കോവിഡ് കഴിഞ്ഞപ്പോഴത്തേന് ഇടത്തരം കച്ചവടക്കാരെല്ലാം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അതിൻ്റെ കൂടെ ഇറാൻ വാർ വന്നപ്പോഴത്തേന് ഗ്യാസ് ഊറ്റിയില്ല. അപ്പം ജനങ്ങൾ ചക്രശ്വാസം വലിക്കുമ്പോഴാണ് ഈ പിണറായിയുടെ പടം എല്ലായിടത്തും അടിക്കുന്നത്. നിങ്ങൾ നോക്കണം ആ സമയം. അങ്ങയുടെ ഭാഷയിൽ തന്നെ ഒരു വികസന നായകൻ പ്രൊപ്പഗണ്ടയാണ് പിണറായി വിജയനിലൂടെ. പിന്നെ അത് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതും പാവപ്പെട്ടവരുടെ ഒരു പ്രശ്നമല്ല. പറയുന്നത് ഒരു ദിവസം പറഞ്ഞ് ഞങ്ങൾ പട്ടിണി മാറ്റി. ആരാണ് പറയുന്നത്? ശാരദാ മുരളീധരൻ, ഇവിടുത്തെ IAS കാരും. ഇവർ പട്ടിണി മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ തുടച്ചു മാറ്റുകയെന്നോ? പട്ടിണി എന്ന് പറഞ്ഞാൽ ഈ തുടച്ചങ്ങോട്ട് മാറ്റുമ്പോൾ ഇതേ സ്ട്രക്ചർ. അതൊരു ടോട്ടൽ ആൻറ്റി മാർക്സിസ്റ്റ് ലൈനാണ്. ഈ പോവർട്ടി ഈസ് ബിക്കോസ് ഓഫ് ദ സ്ട്രക്ചറൽ ഇനിക്വാളിറ്റി ആൻഡ് ഇൻജസ്റ്റിസ് ഇൻ സൊസൈറ്റി എന്നുള്ളതാണ് ഒരു എന്താ പറഞ്ഞ ഇടതുപക്ഷ പരിപ്രേക്ഷ്യം. അതില്ലാതെ പറയുകയാണ് ഞങ്ങൾ എല്ലാവർക്കും പൊതി കൊടുത്തു, ഞങ്ങൾ എന്താ പറഞ്ഞേ ഇത് വേണ്ടി. അപ്പോൾ ഈ പ്രൊപ്പഗണ്ട, പിന്നെ എക്സാജറേറ്റഡ് ക്ലെയിം, മനസ്സിലായോ? ഇവിടെ ആളുകൾ പിന്നെ കോട്ടയത്ത് എന്താ പറഞ്ഞേ ഈ പിന്നെ കെട്ടിടം ഇടിഞ്ഞ് ഒരാൾ മരിച്ചു, 242 കെട്ടിടങ്ങൾ അപകടമാണെന്ന് പറയുന്നു. ഈ പലപ്പോഴും നമ്മളീ പറയുന്ന ഹോസ്പിറ്റൽ ബിൽഡിംഗ് വലിച്ചു ആളില്ല. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഇതൊന്നും സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഈ എക്സിറ്റ് പോളിന് പറഞ്ഞു ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ സത്യം പറഞ്ഞാൽ ജാതി മത വർണ്ണ വർഗഭേദമന്യേ കേരളത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ആൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ അനുഭാവികൾ അല്ലെ തൃക്കരിപ്പൂരൊക്കെ ജയിക്കുമോ? അത് പോട്ടെ, ധർമ്മടത്ത് 52,000 വോട്ടിൽ നിന്ന് 14,000 വോട്ടായിട്ട് ഒരു ചെറിയ 20,000 ആ, പക്ഷേ 30,000 വോട്ട് കുറഞ്ഞില്ലേ? അതുപോലെ ഈ പയ്യന്നൂർ പോലുള്ളൊരു സ്ഥലത്ത് വേർപ്പിക്കുക മാത്രമല്ല, സത്യം പറഞ്ഞാൽ ഈ യഥാർത്ഥ CPMൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ടിപ്പ് ഓഫ് ദ ഐസ്ബർഗാണ്. എല്ലാവർക്കും ഈ പാർട്ടിയോടുള്ള വലിയ സ്നേഹം കൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പിണറായിയെ തോൽപ്പിച്ചത് CPMകാരാണ്. CPMകാരെന്ന് പറഞ്ഞാൽ CPMത്തിൻ്റെ ഗുണഭോക്താവ് നെറ്റ്വർക്കല്ല, അതിനപ്പുറത്തേക്കുന്ന ഒരു അനുഭാവി നെറ്റ്വർക്കുണ്ട്. പാവങ്ങളും പിന്നെ മിഡിൽ ക്ലാസ്സും ഒക്കെ ഉണ്ട്. അവർക്ക് ഈ പാർട്ടിയെ കൊണ്ട് ഒരു പ്രയോജനമില്ല, ഗവൺമെൻറ്റിനെ കൊണ്ട് പ്രയോജനമില്ല.
അവരെല്ലാം കൂടി ഇറങ്ങി അത് ഒപ്പിച്ചു. അല്ലെങ്കിൽ കൊല്ലം പോലൊരു ജില്ലയിൽ അത് ഇത്ര വലിയ തകർച്ച വരില്ല. കൊല്ലം പോലൊരു ജില്ല, അത് മാത്രമല്ല ഞങ്ങളുടെ ഒന്നും ജീവിതകാലത്ത് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചല്ല. ഏത് ഈ പത്തനംതിട്ട ഈ 5 കിട്ടേണ്ടതാണ്, കോന്നിയിൽ ഒരു ചെറിയ വ്യത്യാസത്തിനാണ് പോയത്. അപ്പം കോട്ടയം വൈക്കം പോലൊരു സീറ്റ്, വൈക്കം ഒന്നും സ്വപ്നത്തിൽ വിചാരിക്കുന്ന സീറ്റല്ല. അതായത് ഈ അത്ഭുതം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഈ വേവ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇടതുപക്ഷ അനുഭാവികളും ഒരുമിച്ച് വോട്ട് ചെയ്തുകൊണ്ടാണ്. ഈ ഗോധി മീഡിയ എന്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗോധി മീഡിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കറിയാം ഒരു 3 ഓൺലൈൻ ചാനൽ, ഞാൻ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ഇവർ ഈ ഒരു ഹെറാൾഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി, നമുക്ക് എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ്. ഒരു 2-3 ഓൺലൈൻ ചാനലിനെ പ്രോക്സി ആയിട്ട് ഇറക്കി, എന്ന് വെച്ചാൽ അതിൻ്റെ മൊത്തം ഫൈനാൻസ് ചെയ്തിട്ട്. രണ്ടാമത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ചാനൽ നവംബറിലാണെന്ന് തോന്നുന്നു പിണറായി വിജയൻ്റെ ഒരു ഫുൾ ടൈം ഇൻ്റർവ്യൂ ഇട്ടു. അദ്ദേഹം എല്ലാം കൂടി 22 ഇൻ്റർവ്യൂ കൊടുത്തു. ഞാൻ എണ്ണിയിട്ടുണ്ട്, നിങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാത്ത ഒരാൾ. നിങ്ങളെടുത്തോ? ആ, കാശ് കൊടുത്തവരെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഓൺലൈൻ സക്സസ്ഫുൾ മീഡിയയ്ക്ക് ഈ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് കിട്ടുന്നത് കൊണ്ട് പലരും ഇതിൻ്റെ പൈസ മേടിച്ചില്ല. പക്ഷേ ഇതുകൊണ്ട് ജീവിതം ഒരുപാട് പേർക്ക് അല്ല, നമ്മൾ പാർട്ടിയുടെ സ്പോൺസർഷിപ്പുകൾ അവരുടെ സർക്കാരിൻ്റെ, അപ്പോൾ സർക്കാരിൻ്റെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇപ്പം റിപ്പോർട്ടർ ചാനൽ എല്ലാവർക്കും അറിയാം, റിപ്പോർട്ടർ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി. പക്ഷെ ഒരു മര്യാദ വേണ്ടേ? നിങ്ങളൊരു മീഡിയ വെക്കുമ്പോഴത്തേന് അത് റിപ്പബ്ലിക് ചാനലിൻ്റെ ടൈപ്പ് ചെയ്യും, റിപ്പബ്ലിക് ഓഫ് ലൈസ്. ഇത് പിന്നെ അത് മാത്രമല്ല, അവർക്ക് ആളിനെ കിട്ടാത്ത കൊണ്ട് ഇവർ രാവിലെ 3 പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവർ വിചാരിക്കുന്നത് ഇത് കേട്ട് ജനങ്ങളെല്ലാം സന്തോഷിക്കുമെന്നാണ്. ജനങ്ങളെല്ലാം ഇവർ പറയുന്നത് വീണ്ടും ഭരണം തിരിച്ചു വരും. പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിച്ച അരുൺകുമാർ ഇത് പറയുന്നെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഐറണി, ഇത് തിരിച്ചു വരും. അപ്പോൾ ഇത് തിരിച്ചു വരത്തില്ലെന്ന് അദ്ദേഹത്തിനും അറിയാൻ വേണ്ടല്ല, ബട്ട് ദേ ആർ പെയ്ഡ് ടു സേ ദാറ്റ്. ഇതുപോലെ വേറെ ഒരു 3 ചാനൽ, എന്നിട്ട് ഇവർ വേറൊരു സാധനം ഉണ്ടാക്കി ഈ കഴിഞ്ഞ ഇതായിട്ട്. അത് സത്യം പറഞ്ഞാൽ ഓൺലൈൻ മീഡിയ ആണ്, ബട്ട് ഇറ്റ് കംസ് അക്രോസ്. അവർ എല്ലാത്തിനും പോസ്റ്റർ അടിക്കുന്നത് കൊണ്ട് പിന്നെ അവർ കൃത്യമായിട്ട് ഈ പിന്നെ ഗോധി മീഡിയ മാനേജ് ചെയ്യുന്ന ഒരു ടീമുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും നന്നായി എല്ലാം കൂടെ എൻ്റെ അറിവിലൊരു 10-12 കോടി രൂപ ഇതിനായിട്ട് പൊട്ടിച്ചു. അല്ല, ചാനലുകൾക്ക് 12 കോടി അല്ല കൊടുത്തത്, ചാനലുകൾക്ക് കോടാനും കോടി കൊടുത്തിട്ടുണ്ട്. 100 കോടിയിൽ പരം രൂപ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ചാനൽ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തു പറയാം, ഇത് വളരെ ഒബ്വിയസായി മേടിക്കാത്ത ആരുമില്ല. ഇവർ വളരെ ഒബ്വിയസായിട്ട് ഇത് നെഗറ്റീവ്. ഈ സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ 6 മാസം പിണറായി വിജയന് പറ്റിയ ഏറ്റവും വലിയ അമളി അദ്ദേഹത്തിൻ്റെ PR ടീമാണ്. ഇദ്ദേഹം വിചാരിച്ചു ഐ ആം ഇൻഡിസ്പെൻസിബിൾ, അതാണ് ഞാനല്ലാതെ വേറെ ആരുണ്ട്, ഐ ആം ഇൻഡിസ്പെൻസിബിൾ. ഏതൊരു നേതാവും സ്റ്റാലിൻ അതായത് പറഞ്ഞ സ്റ്റാലിനിസ്റ്റാണ്. സ്റ്റാലിന് തോന്നി ഐ ആം ഇൻഡിസ്പെൻസിബിൾ. ലൂയി 14 പറഞ്ഞു ഐ ആം ഇൻഡിസ്പെൻസിബിൾ. എവരിബഡി ഈസ് ഡിസ്പെൻസിബിൾ ഇൻ ലീഡർഷിപ്പ് ഓർ ഇൻ പൊളിറ്റിക്സ്. ഈ ഇൻഡിസ്പെൻസിബിലിറ്റി തിയറിയാണ് അദ്ദേഹത്തെ പൊളിച്ചത്. പിന്നെ ഈ കഴിഞ്ഞ 40 ദിവസം 50 ദിവസമല്ലേ തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഞാൻ കേരളത്തിൽ നിങ്ങൾ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ പുറകെ പോകാമെന്ന് വെച്ചോ, കാർ ഓടിച്ച് അല്ലെങ്കിൽ ബൈക്കിൽ, ഇദ്ദേഹത്തിന് പോവാം. നിങ്ങൾ പിന്നെ മേലോട്ട് നോക്കിയോ, അവിടെ ഹോർഡിങ്, താഴോട്ട് നോക്കിയോ, അവിടെ സാധനം. ഇത് ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ടൂ മച്ച് ഓഫ് വൺ പേഴ്സൺ. ഒരു മാധ്യമ പ്രവർത്തകയാണ് വീണ ജോർജ്. എന്നിട്ട് പോലെ വീണയ്ക്കൊക്കെ വലിയൊരു അഹങ്കാരം, പിണറായി വിജയൻ്റെ ഒരു ധാർഷ്ട്യം അവരിലേക്കൊക്കെ പ്രസരിക്കുന്ന കാഴ്ച. കാരണം അവർക്ക് നാട്ടുകാരോടല്ലല്ലോ ലോയൽറ്റി, പാർട്ടിയോടല്ലല്ലോ ലോയൽറ്റി. പിന്നെ അവരെ നിയമിച്ച ആരാണ്? പിന്നെ ഇപ്പം വീണ ജോർജ് എന്ന് പറയുന്ന അവർ DYFI കൂടെയും അടികൊണ്ടും പിന്നെ അല്ലെങ്കിൽ പിന്നെ സമരം ചെയ്തും അല്ലെങ്കിൽ പിന്നെ SFI കൂടെ ഒന്നും വന്ന നേതാവല്ലല്ലോ. അവരെ ഒരു സുപ്രഭാതത്തിൽ തിരഞ്ഞെടുപ്പ് നിർത്തി. അതിൻ്റെ ഒരൊറ്റ കാരണം അവരുടെ ഐഡൻറ്റിറ്റിയാണ്, മനസ്സിലായില്ലേ? അവിടെ 6 ഒരു ഓർത്തഡോക്സുകാരെ നിർത്തി CPM-ൻ്റെ വോട്ടും കൂടെ ജയിച്ചു. അവർ നല്ല വർക്ക് ചെയ്തു. മന്ത്രിയായപ്പോൾ അവരുടെ കുറ്റമല്ല, ഷീ വാസ് ഓവർ സ്ട്രെച്ച്ഡ്. അവർ ഫോൺ എടുക്കത്തില്ല. ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, വിളിച്ചാൽ ഫോൺ എടുക്കില്ല. പാർട്ടിയുടെ നേതാക്കന്മാർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അവരുടെ കുറ്റമല്ല,
അവരങ്ങനെ ശീലിച്ചിട്ടില്ല, അങ്ങനെ ഒരു സിസ്റ്റം വരുന്നില്ല. അവർ ഒരു പോപ്പുലറായിട്ട് എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും നിങ്ങൾ തിരുവഞ്ചൂരിൻ്റെ കാര്യം നോക്കുമോ, ആരൊക്കെ എപ്പോൾ വിളിച്ചാലും പുള്ളി തിരിച്ചു വിളിക്കും. കാരണം പുള്ളി ഈ പ്രോസസ്സിൽ നിന്ന് പറഞ്ഞ ഓർഗാനിക് ലീഡറാണ്. വീണ ജോർജ് അങ്ങനെ അല്ലായിരുന്നു. അവരുടെ അഹങ്കാരം. പിന്നെ രണ്ടാമത് പറ്റിയെന്ന് പറഞ്ഞാൽ ആ കഴുത്തുളുക്കും ഐസുവിയും ഭയങ്കരമായിട്ട് ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞത്. ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഏതാണ്ട് 19,000 വോട്ടിനില്ല, 18,809 വോട്ടിന് ഒരു പഞ്ചായത്തിൽ പോലും വീണയ്ക്ക് ഇപ്രാവശ്യം ലീഡില്ലായിരുന്നു. അവരെ വീട്ടുകാർ പറഞ്ഞായിരുന്നു സത്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു എന്താ പറഞ്ഞേ ദയനീയമായ പരാജയം സ്വന്തം തട്ടത്തിൽ ഉണ്ടായില്ല. അല്ല, ഭർത്താവ് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞേ, അവർ മത്സരിക്കുമ്പോൾ തോക്കുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അതിപ്പം ഇതിൻ്റെ അകത്ത് അബിൻ ഭാഗ്യവാൻ, കാരണം അത്ര നെഗറ്റീവ് ഇമേജിലായിരുന്നു. അതുകൊണ്ടാണ് അത്രയും ഭൂരിപക്ഷം കിട്ടിയത് ഇവിടെ. അല്ലെങ്കിൽ പത്തനംതിട്ട എല്ലാം വളരെ ടൈറ്റ് ഫൈറ്റുള്ളൊരു സ്ഥലമാണ്. ആറന്മുള ടൈറ്റ് ഫൈറ്റാണെന്നുള്ളത് നിങ്ങൾ നോക്കണം. ഈ എന്താണ് എക്സിറ്റ് സർവേ എല്ലാം പറഞ്ഞെന്തറിയോ, ആറന്മുള ടൈറ്റ് ഫൈറ്റാണ്. സത്യം പറഞ്ഞാൽ ആറന്മുളയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ പത്തനംതിട്ട ജയിച്ചത്. തീർച്ചയായും. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം ഗണേഷ് കുമാർ ആണെങ്കിലും ഈ ഗണേഷ് കുമാർ പറഞ്ഞാൽ എന്നെ ആരും പറ്റില്ല എന്നുള്ളതല്ലേ. അല്ല, ഓരോ അഹങ്കാരത്തിൻ്റെ ഓരോ രൂപങ്ങൾ. അപ്പോൾ അതാണ് ഇത് അഹങ്കാരത്തിന് കൊടുത്ത മറുപടിയാണ് ഈ മറുപടി. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സൂക്ഷിക്കേണ്ടത് ഈ 102 ഭൂരിപക്ഷമായിട്ട് UDF വരുമ്പോൾ UDF വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാനാണ്. കാരണം ഈ ഇത്രയും ഭൂരിപക്ഷം ഉണ്ടല്ലോ, ഇത്രയും ഭൂരിപക്ഷത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റവും കൂടുതലാണ്. അത് നിങ്ങൾക്ക് ജനം മാൻഡേറ്റ് തരുമ്പോൾ നമ്മൾ കൂടുതൽ വിനയമുള്ളവരായിരിക്കണം, കൂടുതൽ അക്സസിബിൾ ആയിരിക്കണം, വളരെ സൂക്ഷിച്ച് മാത്രമേ പോകാവുള്ളൂ. ഈ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അവതാരങ്ങൾ തിരുവനന്തപുരത്ത് പെട്ടെന്ന് വരും. നിങ്ങളെ പണ്ടറിയാവുന്നവരായിരിക്കും, അല്ലേ പറയാം എൻ്റെ വല്യച്ഛൻ പണ്ട് മണ്ഡലം പ്രസിഡൻ്റാണെന്ന് പറഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ട്. വളരെ സൂക്ഷിച്ച് മാത്രമേ കോൺഗ്രസും UDFും മുന്നോട്ട് പോകാവൂ എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തം. വളരെ വലുതാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഹണിമൂൺ പീരീഡ് കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ, UDFിനെയും ജനം വിലയിരുത്താൻ തോന്നും. അവിടെ മുഖ്യമന്ത്രി 30 കാറിൻ്റെ അകമ്പടിയോടുകൂടി ഈ റോഡെല്ലാം അടച്ച് പോവുകയാണെങ്കിലുണ്ടല്ലോ, അത് നാളെ ഇന്ന് പ്രകീർത്തിക്കുന്നവരെല്ലാം നാളെ അത് വീണ്ടും കാണിക്കും. നാളെ മുഖ്യമന്ത്രിക്ക് ആരായാലും ഒരു ഹെലികോപ്റ്ററിൽ പോകുന്നു അല്ലെങ്കിൽ ചാർട്ടേഡ് വിമാനത്തിൽ പോകുന്നു പറഞ്ഞാൽ ജനം വളരെ മൈക്രോസ്കോപ്പായിട്ട് ഇരിക്കുമായത്. പഴയതുപോലെ അല്ല ഇപ്പോഴത്തെ ഒരു കാര്യം. സോഷ്യൽ മീഡിയയുടെ കാലത്തും മറ്റതും ആളുകൾ ചോദ്യം ചെയ്യും. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ ജയേഷ് അടൂർ. നമസ്കാരം.